നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ ശബ്ദമുയർത്തുന്ന മുഖ്യ പ്രതിപക്ഷമായ BJP എന്താണ് നിലപാടെടുത്തത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവരൊക്കെ കോർപ്പറേറ്റ് മന്ത്രിമാരായ ശ്രീ സുബൈർ പടപ്പാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് NLA കാസർഗോഡ് ജില്ലാ ലീഗ് മണ്ഡലം INL സെക്രട്ടറി മൗലവി അബ്ദുള്ള, മണ്ഡലം സെക്രട്ടറിമാരായ TM ഹംസ സിദ്ദീഖ്, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന NLA സെക്രട്ടറിമാരായ അബ്ദുറഹ്മാൻ കളനാട്, ബാക്കി എല്ലാവരെയും യോഗത്തിലേക്ക് ഈ ധർണാ സമരത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറുമായ സുബൈർ പടപ്പ്, ഇന്ത്യൻ നാഷണൽ ലേബർ യൂണിയന്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ കാസർഗോഡ് മണ്ഡലം ഉപാധ്യക്ഷൻ TM അബ്ദുറഹ്മാൻ നാജി പട്ല, മറ്റൊരു ഉപാധ്യക്ഷനായ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ സിദ്ദീഖ് ചെങ്കള തുടങ്ങിയ നാഷണൽ ലീഗിന്റെയും പോഷക സംഘടനയുടെയും നേതാക്കളെ പ്രതിസന്ധികൾക്കെതിരെയും അതുപോലെ തന്നെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക. മൻമോഹൻ സിംഗിന്റെ സർക്കാർ, UPA സർക്കാർ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം തന്നെ തീരെഴുതി കൊടുത്തുകൊണ്ട് ദൈനംദിന ഇവിടെ ബലക്കയറ്റം കൊണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അവർക്ക് സുരക്ഷിതത്വം നൽകണമെന്നും അതുപോലെ ചെങ്കല്ല്, കരിങ്കല്ല്, പൂഴി, മണൽ മേഖലകളിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടണമെന്നും നമ്മുടെ രാജ്യത്ത് തൊഴിൽ രഹിതരായ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി തൊഴിൽശാലകൾ നിർമ്മിക്കണമെന്നും ഈ രാജ്യത്തിന്റെ തൊഴിൽ രഹിതരായ മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിശക്തമായ സമരം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാഷണൽ ലേബർ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതിന്റെ ഒട്ടേറെ മുദ്രാവാക്യങ്ങളുമായാണ് നാഷണൽ ലേബർ യൂണിയൻ പ്രവർത്തന രംഗത്ത് സജീവമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ ലേബർ യൂണിയൻ അതിശക്തമായി നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചു വരുമ്പോൾ നാഷണൽ ലേബർ യൂണിയൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പോഷക സംഘടന എന്ന നിലയിലാണ് നാഷണൽ ലേബർ യൂണിയൻ പ്രവർത്തിച്ചു വരുന്നത്. നമുക്കറിയാം, ആ രീതിയിൽ അഴിമതിയുടെ പൂത്തറകളായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ അഴിമതി